22.29 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃർണ്ണമുള്ള പഞ്ചായത്തിന്റെ അതിർത്തികൾ കിഴക്ക് തലവടി, തിരണം, പടിഞ്ഞാറ് തകഴി, ചമ്പക്കുളം, തെക്ക് ചെറുതന, വിജയപുരം, വടക്ക് തലവടി, രാമങ്കരി പഞ്ചായത്തുകൾ എന്നിവയാണ്. ചമ്പക്കുളം ചരിത്രാതീത കാലത്ത് സമുദ്രനിരപ്പിൽ നിന്നും ഏറെ താഴെയായി സ്ഥിതി ചെയ്തിരുന്ന ഈ പ്രദേശത്ത് നൂറ്റാണ്ടുകളായി പമ്പയാറിൻ്റെയും മണിമലയാറിൻ്റെയും ശാഖകൾ വഴി വന്നടിഞ്ഞ മണലും എക്കലും ചെളിയും മൂലം ചെറുതുരുത്തുകൾ ഉയർന്നു വന്നു. നദികളുടെ ഗതിക്ക് ഏറെക്കുറെ സ്ഥായീഭാവം വന്നപ്പോൾ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഈ തുരുത്തുകളിൽ കുടിയേറി പാർത്തുകൊണ്ട് ഈ തിരുത്തുകൾക്കിടയിൽ കട്ട കുത്തിയിട്ട് കൂടുതൽ കരപ്രദേശങ്ങൾ നിർമ്മിച്ചു. ആധികാരിക രേഖകളിൽ ഈ ഗ്രാമത്തെ പറ്റിയുള്ള ആദ്യ വിവരണം മദ്രാസിലെ സർവേയർ ജനറൽ ഓഫീസിനു വേണ്ടി ലഫ്റ്റനന്റുമാരായ വാർഡ് കോർണറും ചേർന്ന് 1816 മുതൽ 1820 വരെ നടത്തിയ സാഹസിക സഞ്ചാരത്തിൽ ശേഖരിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി പ്രസിദ്ധപ്പെടുത്തിയ സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ എന്ന പുസ്തകത്തിൽ കാണുന്നു. പുരാതനമായ ചെങ്ങങ്കരി ക്ഷേത്രം, അതിനു സമീപം ഉണ്ടായിരുന്ന വലിയ നെൽപ്പുര, എടത്വയിലെ റോമൻ കത്തോലിക്ക പള്ളി, ആ പള്ളിയിലെ ആണ്ടുതോറും തിരുവിതാംകൂറിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ വന്നു ചേർന്നിരുന്ന പെരുന്നാൾ എന്നിവയെല്ലാം വിദേശ സഞ്ചാരികളുടെയും ചരിത്രകാരന്മാരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. വള്ളംകളിയുടെ ഈറ്റില്ലമെന്ന് വിശേഷിക്കാവുന്ന കുട്ടനാട്ടിലെ ജലമേളകൾ ആബാലവൃത്തം ജനങ്ങളും ഒരുപോലെ കാണാൻ ഇഷ്ടപ്പെടുന്ന തിരുവിതാംകൂറിലെ രാജഭരണകാലത്ത് രാജാവിൻ്റെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ജയഘോഷങ്ങൾ നടത്തിപ്പോന്നിരുന്നതും ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. Thank you.